തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി. പുതിയ മദ്യനിരോധനം. വിജയ് 717 കടകൾ അടച്ചുപൂട്ടി. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ടാക്സ് മദ്യവിൽപ്പനയാണെങ്കിലും അടച്ചുപൂട്ടൽ ഉത്തരവ് എല്ലാ പാർട്ടികളുടെയും വികാരത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 2025 മൊത്തം വരുമാനം 48,000 കോടി രൂപയിൽ അധികമായിരുന്നു. പുതിയ മന്ത്രിക്ക് ശേഷം പുതിയ അഴിച്ചുപണികൾ. ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങൾ, സ്കൂൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിലുള്ള 717 സർക്കാർ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ അഥവാ ടാസ്മാക് നടത്തുന്ന കടകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടണം. കഴിഞ്ഞ മാസത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ഭരണകക്ഷിയായ തമിഴക വെട്രിക്കഴകം അതായത് TVK യുടെ നേതാവും സൂപ്പർ സ്റ്റാർ നടനുമായ അദ്ദേഹം നടത്തുന്ന ആദ്യ ഉത്തരവാണിത്. മന്ത്രിയായ ശേഷമുള്ള ആദ്യ ഉത്തരവ്. എന്നാൽ സംസ്ഥാനത്തെ 234 സീറ്റുകളിൽ 108 സീറ്റുകൾ, വിജയ് രാജിവെച്ചതിന് ശേഷം 107 സീറ്റുകൾ നേടിയ വിജയ്ക്കും TVKക്കും ഭൂരിപക്ഷത്തിന് 10 സീറ്റുകൾ കുറവായതിനാൽ സർക്കാർ രൂപീകരിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു. ഇത് ഒരാഴ്ച നീണ്ടുനിന്ന നാടകത്തിന് കാരണമായി. കോൺഗ്രസിൻ്റെയും 2 ഇടതുപക്ഷ പാർട്ടികളുടെയും ഒരു ചെറിയ തമിഴ് പാർട്ടിയായ വിടുതലി ചിറുതൈ കക്ഷിയുടെയും പിന്തുണയാണ് അവസാനിച്ചത്. ഇത് എണ്ണത്തിലെ ഉറപ്പ് നൽകി. പൊതുജനങ്ങളുടെ ക്ഷേമം കണക്കിലെടുത്തു ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിലുള്ള 717 ചില്ലറ മദ്യശാലകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്ത് നിലവിൽ 4,765 മദ്യശാലകളാണ് ടാസ്മാക് പ്രവർത്തിക്കുന്നത്. 276 ആരാധനാലയങ്ങൾക്ക് സമീപവും 186 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപവും 255 ബസ് സ്റ്റാൻഡുകൾക്ക് സമീപവുമാണ് എന്നാണ് സർക്കാർ പറഞ്ഞത്. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ടാസ്മാക് മദ്യവിൽപ്പനശാലയാണെങ്കിലും അടച്ചുപൂട്ടൽ ഉത്തരവ് എല്ലാ പാർട്ടികളുടെയും വികാരത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 2025 മാത്രം മൊത്തം വരുമാനം 48,000 കോടി രൂപയിൽ അധികമായിരുന്നു. ആസക്തിരഹിത തമിഴ്നാടിനായുള്ള വിജയുടെ വാഗ്ദാനത്തിലെ ആദ്യ പടിയാണിത്. ഏതായാലും വിജയുടെ ഈ പ്രവൃത്തിയിൽ ആദ്യ ഉത്തരവിൽ ടാസ്മാക് ഏതുതരം നടപടിയായിരിക്കും എടുക്കുക? തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആദ്യ ഉത്തരവ് എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട്, പരിണിതഫലം? ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആ 717 മദ്യശാലകൾ അടച്ചുപൂട്ടുന്ന ദിവസത്തിനു വേണ്ടി. ഏതായാലും നല്ലൊരു കാര്യം വിജയ് പ്രവർത്തിക്കുമ്പോൾ അതിന് നമ്മൾ പൊതുജനങ്ങൾ കൂടെ നിൽക്കുകയാണ് വേണ്ടത്, അതായത് തമിഴ്നാട്ടിലെ പൊതുജനങ്ങൾ. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം വിജയുടെ അടുത്ത ഒരുക്കങ്ങൾക്കായി, അടുത്ത വാഗ്ദാനങ്ങൾക്കും അതുപോലെ തന്നെ ഉത്തരവിനുമായിട്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.